വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ വൻ സ്ഫോടനമാണ് ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രതിരോധത്തിന് സജ്ജമാകാനും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുപമ ശ്രീദേവിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അനുപമ, എന്തായാലും ട്രംപ് നേരത്തെ ബോട്ടാക്രമണമായിരുന്നു ഈ വെനസ്വേലയ്ക്ക് നടത്തിയിരുന്നത്. ഇപ്പോൾ അത് കരയാക്രമണത്തിലേക്ക് കൂടി കാര്യങ്ങൾ US വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് വെനസ്വേലൻ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണോ? കൂടുതൽ നേരിട്ടുള്ള യുദ്ധം അതിന്റെ ഒരു ആരംഭമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. നിലവിലെ ആക്രമണം ഏത് രീതിയിലാണ്? സ്വാതി, പുലർച്ചെ പ്രാദേശിക സമയം 2 മണിയോടെയാണ് ഈ കാരക്കാസിലും അതുപോലെ തന്നെ കിഴക്കൻ വെനസ്വേലയിലെ പല സംസ്ഥാനങ്ങളിലുമായിട്ട് ആക്രമണം ഉണ്ടായത്. വ്യോമാക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ US ഹെലികോപ്റ്ററുകളാണ് മിസൈൽ ആക്രമണങ്ങൾ ഈ കാരക്കാസിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാ ഫ്യൂന, അതുപോലെ തന്നെ ലാ കാർട്ട എന്നീ പ്രധാനപ്പെട്ട വ്യോമ സൈനിക താവളങ്ങൾക്ക് സമീപമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സൈനിക താവളങ്ങൾക്ക് സമീപത്ത് എവിടെയെങ്കിലുമാണ് ഈ വെനസ്വേലൻ പ്രസിഡന്റായിട്ടുള്ള നിക്കോളാസ് മഡൂറോ താമസിക്കുന്നു എന്നുള്ളൊരു രഹസ്യാന്വേഷണ വിവരങ്ങളുമുണ്ട്. ഈ ഒരു മഡൂറോയുടെ താമസ സ്ഥലം എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചും ആഗോള തലത്തിലും അതൊരു രഹസ്യ വിവരമാണ്. ദീർഘകാലമായിട്ട് അമേരിക്കയുടെ CIA ആയിട്ടുള്ള ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള CIA അടക്കം ഈ മഡൂറോയുടെ താമസ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നടത്തി വരികയാണ്. പലതരത്തിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള അട്ടിമറി നീക്കങ്ങൾ തന്നെ ഈ ഒരു ഭാഗമായിട്ട് അമേരിക്കയുടെ പിന്തുണയോടെ നടന്നിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇപ്പോൾ സ്വാതി പറഞ്ഞതുപോലെ ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് ശേഷം 30ഓളം ആക്രമണങ്ങളാണ് ഈ നാർക്കോ ടെററിസം നേരിടാൻ എന്ന പേരിൽ ഈ കരീബിയൻ തീരത്തും അതുപോലെ പസഫിക്കിലും വെനസ്വേലയുടെ തീരങ്ങളിലായിട്ട് അമേരിക്കൻ സൈന്യം നടത്തിയിട്ടുള്ളത്. ഈ ഒരു ആക്രമണങ്ങളിലായിട്ട് ഏകദേശം 110ലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലാണ് വെനസ്വേലയുടെ 2 എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുത്തത്. ഇതിനെല്ലാം പുറമെയാണ് ട്രംപ് ആവർത്തിച്ച് നടത്തിയിട്ടുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത്. വെനസ്വേലയിൽ കരയാക്രമണത്തിന് പദ്ധതിയിടുന്നു. ഈ ആഗോളതലത്തിലുള്ള ലഹരി കടത്തിനെ നിയന്ത്രിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വെനസ്വേലയ്ക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്തുമെന്ന് ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അതിനൊടുവിലാണ് ഈ US സൈന്യത്തിൻ്റെതെന്ന് പറയുന്ന ഒരു ആക്രമണം കാരക്കാസിലും മറ്റിടങ്ങളിലുമായി ഉണ്ടാകുന്നത്. ഈ വെനസ്വേല ഭരണകൂടം ഇതിനകം ഈ സംശയം അല്ലെങ്കിൽ ആരോപണം അമേരിക്കയിൽ ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിന് നേരെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ വെനസ്വേലയിലെ ധാതുശേഖരവും അതുപോലെ തന്നെ എണ്ണ ശേഖരവും ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടിയാണിതെന്നും ഇത്തരം പല കൊളോണിയൽ ആക്രമണ പദ്ധതികളും ഇതിനകം കാലാകാലങ്ങളായി ദശാബ്ദങ്ങളായി വെനസ്വേല നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളതാണെന്നും അമേരിക്കയുടെ ഈ പദ്ധതിയും വിജയിക്കില്ല എന്നുള്ള ഒരു ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള സൈനിക സജ്ജീകരണത്തിനും സന്നാഹത്തിനുമുള്ള ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു സൈനിക നീക്കത്തെ തള്ളിക്കൊണ്ടും അപലപിച്ചുകൊണ്ടും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ CBS അടക്കം അമേരിക്കൻ മാധ്യമങ്ങൾ മറ്റൊരിടത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡിസംബർ 25-ന്, അതായത് ഇക്കഴിഞ്ഞ ക്രിസ്മസിന് ഈ ഒരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു ട്രംപ് ഭരണകൂടം. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ആ ദിവസമാണ് നൈജീരിയയിൽ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം കാലാവസ്ഥാപരമായിട്ടുള്ള തിരിച്ചടികൾ മൂലമാണ് ഈ വ്യോമാക്രമണം ഇത്രയും ദിവസം നീട്ടിവെച്ചത്. അതിനുശേഷം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണം ഇവിടെ കൊണ്ട് നിൽക്കില്ല. ഇപ്പോൾ 7 ഇടങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ആക്രമണം ഇവിടെ കൊണ്ട് നിൽക്കില്ല. ഈ ഒരു മഡൂറോ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഭീഷണികളും അതുപോലെ തന്നെ ആക്രമണങ്ങളും തുടരാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ വെനസ്വേലൻ ഭരണകൂടം പലതരത്തിലുള്ള യുദ്ധസന്നാഹങ്ങൾ നടത്തുന്നതായിട്ട് മുൻപ് റോയിട്ടേഴ്സ് അടക്കം മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര ശരി അനുപമ, എന്തായാലും CBS അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്രമണത്തെക്കുറിച്ച്. ട്രംപിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾക്ക്, വൈറ്റ് ഹൗസിനെല്ലാം വിവരം നേരത്തെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ CBS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് അനുപമ നൽകിയത്.